ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടുള്ള സർജാസ് ബേബി ഫസ്ന ദമ്പതികളുടെ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിന്റെ ഹോം ടൂർ വീഡിയോ ആണ്. 1650 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് മൊത്തത്തിലുള്ളത്. 25 ലക്ഷം രൂപക്ക് നിർമ്മിച്ച വീടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീട് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. കണ്ടംപററി സ്റ്റൈലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ടൊരു ലൈനായിട്ട് ക്ലാഡിങ് സ്റ്റോൺ പതിച്ചിട്ടുണ്ട്. അതിന്മേൽ വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇരിക്കാനായിട്ട് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും നൽകിയിട്ടുണ്ട്. പിന്നെ സൺസൈഡിലെല്ലാം സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കാനൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതിന്മേൽ ഗ്രാനൈറ്റ് ആണ് പതിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ടൊന്ന് പ്രവേശിച്ച് നോക്കാം. ഇതാണ് ഫ്രണ്ട് ഡോറ് വരുന്നത്. ഡബിൾ ഡോറിലാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് കേട്ടോ ഡോറിൻ്റെ ഡിസൈന്. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്താൽ വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ ചെറുതായിട്ടൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സോഫ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം പെർഗോളയും ഒരു ഭാഗം ജനൽ കൊടുത്തിട്ട് ഗ്ലാസ് ഇട്ട് കൊടുത്തേക്കാണ്. ഇവിടെ ഡൈനിങ് ഏരിയയും അതുപോലെ ലിവിങ് ഏരിയയും തമ്മിൽ പാർട്ടീഷൻ ചെയ്യാൻ നല്ല ഭംഗിയിലൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റിയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ MS-ൻ്റെ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവിടെ 8 പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ലൊരു വെളിച്ചം ഫീൽ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഈ ഭാഗത്ത് ഇവിടെ വാഷ് ബേസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് കേട്ടോ. ഇത് ചെയ്ത് ടീമിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈനിലാണ് ഈ വാഷ് ബേസ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഷോക്കേസിനായിട്ട് അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. പണിയും കൂടി ബാക്കിയുണ്ട്. പിന്നെ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, വീടിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ടൈലാണ് സൊമാനിയൻ്റെ വൈറ്റ് കളർ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ടൈൽ അവർ വാങ്ങിയിട്ടുള്ളത് അരീക്കോടുള്ള ഗൃഹം എന്ന ഷോപ്പിൽ നിന്നാണ്. പിന്നെ ഇതാ സ്റ്റെയറിൻ്റെ താഴെയുള്ള ഏരിയയിൽ ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊരു സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി കളറ്, ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് കേട്ടോ ഈ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ബുക്കൊക്കെ വെക്കാനായിട്ടൊരു ഷെൽഫ് നൽകി, 2 ഷെൽഫും നൽകിയിട്ടുണ്ട്. ഇതുപോലെ ഹൈറ്റുള്ള സ്റ്റെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഏരിയ നമുക്ക് ഇതുപോലെ സ്റ്റഡി ഏരിയ ഒക്കെ ആക്കി മാറ്റാവുന്നതാണ്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ബെഡ്റൂമും കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇവിടെയായിട്ട് ഫസ്റ്റ് ബെഡ്റൂം വരുന്നു. സിമ്പിളായിട്ടാണ് ബെഡ്റൂമൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫർണിച്ചറെല്ലാം വുഡിലാണ് കേട്ടോ. പിന്നെ ഈ ബെഡ്റൂമിൻ്റെയൊക്കെ സൈസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ പ്ലാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വീടിൻ്റെ പ്ലാൻ വരച്ച എൻജിനീയർ ജാഫർ ചേലക്കോണാണ്. അയാളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇവിടെ ആയിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ടൈലൊക്കെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ. വൈറ്റും അതുപോലെ ലൈറ്റ് ഗ്രീനിലുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈല് കജാരിയൻ്റെ ടൈലാണ്. ഫ്ലോറിങ്ങിനായിട്ട് മാറ്റ് ഫിനിഷ്ഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയൊക്കെ ഇവിടെ വേർതിരിച്ചിട്ടുണ്ട്. പിന്നെ ടാപ്പും കാര്യങ്ങളൊക്കെ ജോൺസൺ എന്ന കമ്പനിയുടേതാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമും കൂടി ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതാ ഇവിടെയായിട്ട് ചെറുതായിട്ടൊരു പാസേജ് പോലെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് 2ാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മൾ വൈറ്റ് കളർ ടൈലിടുമ്പോൾ നല്ലൊരു വിശാലതയും തോന്നിക്കും, നല്ല വെളിച്ചം തോന്നിക്കും കേട്ടോ. ഈ ഒരു അലമാര ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. പിന്നെ ഇതാ ഇവിടെയായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട്. 2 ബെഡ്റൂമിലാണ് കേട്ടോ ഇവിടെ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. കോമൺ ആയിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പം അധിക വീടുകളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ 2-4 സൈസ് ടൈൽ തന്നെയാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വീണ്ടും നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനി നമുക്ക് ഈ വീടിൻ്റെ നല്ല ഭംഗിയുള്ള കിച്ചണും കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കാം. ഈ ഡൈനിങ്ങിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കിച്ചൻ്റെ ഡോറ് വരുന്നു. ഡോറ് ഗ്ലാസ്സിൽ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഡോർ ഓപ്പൺ ചെയ്താൽ വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഷോക്കേസും കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ഈ ഒരു കിച്ചൻ്റെ വാളിലെല്ലാം വൈറ്റ് കളർ ടൈൽ തന്നെയാണ്, സെയിം വൈറ്റ് കളർ ടൈൽ തന്നെയാണ്. ഈ ഒരു വൈറ്റ് കളർ ടൈല് നിങ്ങൾ വീട്ടിന് നല്ല വെളിച്ചും അതുപോലെ നല്ല ഭംഗിയും കൂട്ടും. അതിന് ബ്ലാക്ക് കളർ എപ്പോക്സി ഇട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ കൗണ്ടർ ടോപ്പ് എൽ ഷേപ്പിലാക്കിയിട്ടാണ് ഈ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഗ്യാസ് അടുപ്പും കരണ്ടടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഗ്യാസ് അടുപ്പിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ ആയിട്ടൊരു ഷെൽഫ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എടുക്കുന്ന ബോട്ടിൽസൊക്കെ ഇവിടെ വെക്കാം. ഇത് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് തന്നെയാണ് ഈ ബ്ലൂ കളറിൽ ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു വൈറ്റ് കിച്ചണ് നല്ല മാച്ചായി നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വർക്ക് ചെയ്ത ടീമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിലെവിടെയും അവർ വർക്ക് ചെയ്ത് തരും, ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഡബിൾ സിങ്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കിച്ചൺ അത്യാവശ്യം ഇതുപോലെ നല്ല വലിയ കിച്ചണാന്നൊക്കെ ഉണ്ടെങ്കിൽ ഡബിൾ സിങ്കിൽ തന്നെ കൊടുക്കുക. പിന്നെ ഇവിടെ ആയിട്ട് പുറത്തേക്കുള്ള ഡോറും 6.25 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കിണർ ഒരു ഭാഗം വാർത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്, കുറച്ച് സ്പേസ് മുറ്റത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് സ്റ്റെയർ വരുന്നത്. ഇതിൻ്റെ ഹാൻഡ് റെയിൽ വുഡിലും അതുപോലെ സൈഡൊക്കെ ഗ്ലാസ്സിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പെല്ലാം ഗ്രാനൈറ്റിലും സൈഡിലൊക്കെ വൈറ്റ് കളറ് സെയിം ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്ത ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ ലാൻഡിങ് ഏരിയയുടെ മുകളിലുള്ള വാളിലായിട്ട് പെർഗോള കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ കാണാത്ത ഭാഗത്തൊക്കെ സ്റ്റീലും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു പാസേജാണുള്ളത്. അതിൽ തന്നെ 3 ഡോറ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് സിറ്റ് ഔട്ടിലേക്കുള്ള ഡോറാണ്. അപ്പോൾ ഫ്രണ്ട് സിറ്റ് ഔട്ട് ഇതാണ്. നമ്മൾ വീടെടുക്കുന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിലൊക്കെ നല്ല ലുക്ക് നൽകുന്ന ഒരു ഭാഗം തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ സിറ്റ് ഔട്ട്. അപ്പോൾ അതെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമും കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇവിടെയായിട്ടൊരു ജനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ്. ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുകളിലുള്ള ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഒരു വാർഡ്രോബും അതുപോലെ കട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. വൈറ്റ് കളർ ടൈലാണ് കേട്ടോ ഈ ബാത്റൂമിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീട്ടിലെ വിശേഷങ്ങൾ. ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. കൂടുതൽ ഹോം റിലേറ്റഡ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.